ഇന്ന് നമുക്കേ ടെറസിലെ കൃഷിയെ നോക്കാം കേട്ടോ. ഇതാ വഴുതന, വയലറ്റ് വഴുതന നിറച്ചും കായ്ച്ച് നിൽക്കുന്നുണ്ട്. കായും പൂവും മൊട്ടും ഒക്കെ ആയിട്ട് നിറച്ച് നിൽക്കുന്നുണ്ട്. ഇതെനിക്ക് എങ്ങനെയാണ് കിട്ടിയതെന്നറിയോ? വീട്ടാവശ്യത്തിന് ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് കടയിൽ നിന്ന് ഞാൻ തന്നെയാണ് വാങ്ങിയത്. വാങ്ങിക്കൊണ്ടുവന്ന് മുറിച്ചിട്ട് കഴുകുമ്പോൾ അതിൽ നിന്ന് കുറേ വിത്ത് വെള്ളത്തിലേക്കായി. ആ വെള്ളം കൊണ്ടുവന്ന് ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ചു. പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചതാ. പക്ഷേ അതിൽ നിന്ന് കുറേ വഴുതനേൻ്റെ തൈയൊക്കെ എനിക്ക് പിടിച്ച് കിട്ടി. ഞാനതിനെ കൊണ്ടുവന്ന് ടെറസിൽ നട്ടിട്ട് ദാ കായ്ച്ചിക്കുന്നുണ്ടോ? മീറൊക്കെ ഉണ്ട് കേട്ടോ. അത് കീടങ്ങളെ തിന്നാൻ വരുന്നതാണ്. കുഞ്ഞ് കീടങ്ങളെ മുട്ടകളില്ലേ, അതൊക്കെ തിന്നോളും. അതുകൊണ്ട് ഞാൻ ഓടിക്കാറില്ല ഇവരെ. കണ്ടോ? പിന്നെ ഇനി അടുത്തിനി പച്ചമുളകുണ്ടോ? നിറച്ചും കായ്ച്ചിക്കുന്നുണ്ടോ? നല്ലോണം കായ്ച്ചിക്കുന്നില്ലേ? ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈയാണ് എനിക്ക്. അത് ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ടതാ, പൂവും കായുമായിട്ട് അതങ്ങനെ. ഇത് നമ്മുടെ മണിത്തക്കാളിയാണ്. ഇപ്പം അങ്ങനെ കാണാനില്ല, ഉള്ളിടത്തുണ്ട്. ഇതാണ്ടോ പഴുത്ത് നിൽക്കുന്നുണ്ടോ? നീല നിറത്തിൽ ഉണ്ടോ? വയലറ്റ് നിറത്തിൽ പഴുത്ത് നിൽക്കുന്നുണ്ടോ? വയലറ്റ് നീല. ഞാനിപ്പോൾ ഒരു 3-4 പറിച്ച് തിന്നത്. മരുന്നാണ് കേട്ടോ. ഉണ്ടോ? നിറച്ചും കായ്ച്ചിരിക്കുക. ഇത് ഞൊട്ടാഞ്ഞൊടിയൻ ഉണ്ടോ? ഇതാണ് യെല്ലോ ക്യാപ്സിക്കം. ഇതാദ്യം പച്ചയായിട്ട് കായ്ക്കും. കണ്ടോ? അടിയിലേക്ക് കണ്ടോ പച്ച ഉണ്ടോ? ഇതിന് പഴുക്കുമ്പോൾ മഞ്ഞ. ഈ മഞ്ഞ നിറമാണ് പിന്നെ ഉണ്ടാവുക. 1 മാസത്തിൽ കൂടുതൽ നിൽക്കും ഈ മഞ്ഞയിൽ പഴുത്തിട്ടതാ. പൂവൊക്കെ ഉണ്ട്. ഞൊട്ടാഞ്ഞൊടിയൻ. എനിക്കിതെങ്ങനെ കിട്ടിയെന്നറിയോ? ഞാൻ നടക്കാൻ പോകുമ്പം ഇങ്ങനെ നോക്കി നടക്കും. അങ്ങനെ ഞാൻ നോക്കുന്നത് ചെടികളാണ്. അങ്ങനെ വഴി കണ്ടിട്ട് വലിച്ച് വിഴുത് കൊണ്ട് നട്ടതാ. ഇതാ വഴുതിന. അത് തന്നെയാണ് അന്ന് ആ ചട്ടിയിൽ പിടിച്ചതിൻ്റെ തന്നെ. കണ്ടോ? നിറച്ചും കായ്. അതിന് ചെടിക്ക് നിൽക്കാൻ നിവർത്തിയില്ല. കായ്ച്ചിട്ട് ചാഞ്ഞ് വീണതാ. പിന്നെ ഞാൻ വടിയൊക്കെ വെച്ച് കുത്തി കൊടുത്തിട്ട് നിർത്തിയിരിക്കുക. അതിന് വിത്തിനെടുക്കാം. ഇനി ആരെങ്കിലുമൊക്കെ വിത്ത് ചോദിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പോൾ എടുത്ത് വെക്കാം. അവർക്കും കൊടുക്കാം, എനിക്കും എടുക്കാം. അധികം ആൾക്കും തയ്യാണ് വേണ്ടത് കേട്ടോ. അവർക്ക് വിത്ത് പാവാനും മുളപ്പിക്കാനും ഒക്കെ മടിയാണ്. പിന്നെ അതിൽ കോവയ്ക്കുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് ബ്രഹ്മി കുറേ ഉണ്ട്. ഉണ്ടോ? ചീര വിത്ത് വീണ് പിന്നെ പിടിച്ച് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും ചീര. എല്ലാ സീസണിലും ചീര ഉണ്ടാവും. എൻ്റെ ചാല് വാർത്തിട്ടുള്ള കൃഷിയാണ് കേട്ടോ അത്. ഇതിലേക്ക് കാന്താരി ഉണ്ട്. വെള്ള കാന്താരിയും സാധാ കാന്താരിയും. കണ്ടോ? വെള്ള കാന്താരി നല്ല ടേസ്റ്റാണ്. നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങൂലേ, അപ്പോൾ ഈ കാന്താരിയും ഉള്ളിയും കൂടെ ചതച്ചിട്ട് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അടുത്ത വഴുതന കണ്ടോ? എന്തിൽ കാച്ചിക്കുന്നൊന്നുണ്ടോ? നിറച്ചുണ്ട്. നല്ലതാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ വീട്ടാവശ്യത്തിന് ഒരു മൂട് വഴുതന നട്ടിട്ടാൽ മതി. ഇതാ കണ്ടില്ലേ കായ്ക്കുന്നത്? കോഴിവളം കൊടുത്തു ഞാൻ. കീടങ്ങളെയൊക്കെ ഞാൻ കൈ കൊണ്ട് പിടിച്ച് കൊല്ലും. കോഴിവളമാണ് കൊടുക്കുന്നത്. വേറൊന്നും ചേർക്കലില്ല, ഒരു സാധനവും ചേർക്കില്ല. ചാമ്പൽ പോലും ഞാൻ ഇടലില്ല. വെറും കോഴിവളവും വെള്ളവും. ടെറസിൻ്റെ മുകളിലാണ് കൃഷി. പിന്നെ അപ്പുറത്തേക്ക് ഇതിൽ കൂടെ തന്നെ പാവയ്ക്കയുണ്ട്. അതൊക്കെ വേറെ ദിവസം നമുക്ക് നോക്കാം. ഇന്നിപ്പം ഇതാവട്ടെ. ഇതാണ്ടോ? നിറച്ചും കായ്ച്ച് നിൽക്കുന്നുണ്ട്. കുഞ്ഞു കായ്കളൊക്കെ ആയിട്ട് ഇഷ്ടംമാതിരി കായുണ്ട്. ഇതാ സാധാരണ വഴുതന. ഇതിനൊന്നും കീടനാശിനി അടിക്കില്ല, രാസവളമില്ല, ഒന്നുമില്ല.